നമ്മുടെ വീട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൂടിയായിട്ട് കാണേണ്ടത് കൊണ്ട് നിലവിൽ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചിട്ട് കൃത്യമായൊരു ധാരണ കൂടി നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. കേരളത്തിലെ ഒരു സ്ഥിതിവിശേഷം എന്താണെന്ന് വെച്ചാൽ കൊച്ചി, തിരുവനന്തപുരം, കാലിക്കറ്റ് ഈ 3 നഗരങ്ങളിലാണ് റിയൽ എസ്റ്റേറ്റിൻ്റെ ഒരു മുന്നേറ്റം നമുക്ക് കാണാനാവണത്. അത് ഈ 2025 ഒരു ആദ്യ പകുതിയിലും ഒക്കെ അത് വളരെ സ്റ്റഡി ആയിട്ടുള്ള ഒരു ഗ്രോത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. പ്രധാനമായും ഈ 3 നഗരങ്ങൾ എടുക്കുമ്പോൾ ഇതിൽ തന്നെ ഏതാണ്ട് ഒരു 2 ഭാഗവും ഡെവലപ്മെൻറ്റ്സ് സംഭവിക്കുന്നത് കൊച്ചിയിലാണ് എന്ന് നമുക്ക് കാണാം. സ്വാഭാവികമായിട്ടും കൊച്ചിയിൽ റിയൽ എസ്റ്റേറ്റ് വാല്യൂ കുറേ കൂടുതലുമാണ്. നമുക്ക് ന്യായമായ ഒരു റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ളതും കൊച്ചിയിലാണ്. മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്ലോട്ടിംഗ് പോപ്പുലേഷൻ വളരെയധികം കൂടുന്നത് അല്ലെങ്കിൽ കൂടിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിയിലായതുകൊണ്ട് ഇവിടുത്തെ റെൻ്റൽ റിട്ടേൺസിലും കാര്യമായിട്ടൊരു ഹൈക്ക് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അനുയോജ്യമായ ഒരു ലൊക്കേഷൻ നമ്മൾ പറയുവാണെങ്കിൽ അത് കൊച്ചിയാണ് എന്ന് തന്നെ വേണം പറയാനായിട്ട്. മറ്റ് സ്ഥലങ്ങളിൽ, അതായത് ഈ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നീ 3 നഗരങ്ങൾക്ക് പുറത്തുള്ള മറ്റ് നഗരങ്ങളിൽ അങ്ങനെ ഒരു വിലവർധനവോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വരുമാന മാർഗങ്ങളോ കമ്പാരിറ്റീവ്ലി കുറവായിട്ടാണ് കാണുന്നത്. കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ഈ 3 നഗരങ്ങളിലും അവിടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിൻ്റെയും IT രംഗത്തെ വികസനത്തിൻ്റെയൊക്കെ പ്രതിഫലനമായിട്ട് പ്രോപ്പർട്ടികളിൽ ഒരു 10 മുതൽ 15% വരെ പ്രതിവർഷ വർധന ഇത് കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ഭാഗങ്ങളിൽ, കേരളത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ അത് അത്രത്തോളം പ്രതിഫലിക്കുന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്.